ഇൻവെസ്റ്റ് കേരള സമ്മിറ്റ് പ്രതിപക്ഷവും വളരെ വലിയ തോതിൽ സഹകരിച്ചു. വളരെ വിജയകരമായിട്ടാണ് മുന്നോട്ട് പോയത്. ഈ ഒരു വിജയത്തെ എങ്ങനെ കാണുന്നു? കേരളം മാറണം. കേരളം ഒരു പക്ഷേ എല്ലാ രംഗങ്ങളിലും വളരെ മുമ്പിലാണ്. പക്ഷേ ആഹ്, നമ്മുടെ ആളോഹരി വരുമാനവും നമ്മുടെ തൊഴിൽ സാധ്യതകളും നമ്മുടെ വ്യവസായ സാധ്യതകളും ഒക്കെ കൂടണം. അത് കേരളത്തിൻ്റെ ആവശ്യമാണ്. അതിൽ ഭരണകക്ഷി പ്രതിപക്ഷ വ്യത്യാസം ഉണ്ടാവേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഞാനിപ്പോൾ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ 100% അങ്ങനെ ആയിരുന്നില്ല എന്ന് വിചാരിച്ച് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ആയിക്കൂടാന്നില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കൂടി കേരളത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രണ്ട്ലി ആക്കാം. പോളിറ്റിക്സ് വേറെ, അത് അതിൻ്റെ നിലക്ക് ഡിബേറ്റ് ചെയ്യാം. പക്ഷേ കേരളത്തെ ബിൽഡ് ചെയ്യാൻ അതിൽ ഒന്നിക്കുന്നതിൽ തെറ്റില്ല. ഇവിടെ വന്ന നിക്ഷേപകരൊക്കെ പറഞ്ഞു, ഇത് പൊളിറ്റിക്സ് ഏതായാലും ഇത് നമ്മുടെ നാടാണ്, നമ്മുടെ നാട് വികസിക്കുക തന്നെ വേണം, ആ രീതിയിലാണ് ഞങ്ങൾ ഇവിടെ വന്ന് നിക്ഷേപിക്കുന്നതെന്നാണ് ഈ നിക്ഷേപകർ പറയുന്നത്. അപ്പോൾ വലിയ ആത്മവിശ്വാസം അവർക്ക് പോലും വന്നു എന്ന് വേണ്ടേ കരുതാൻ? അല്ല, അത് തന്നെയാണ് ഞങ്ങളും പറയുന്നത്. നമ്മുടെ നാടാണ്, നമ്മൾ ഒന്നിച്ച് നിൽക്കണം. പക്ഷേ ഇപ്പോൾ ഭരണകക്ഷി ഭരണത്തിൽ ഇരിക്കുന്നുണ്ട്. അവരും അത് നാളെ പ്രതിപക്ഷത്ത് വരുമ്പോൾ ഞങ്ങളിപ്പോൾ പ്രതിപക്ഷത്ത് കാണിക്കുന്ന പോലെയുള്ള ഒരു റെസ്പോൺസിബിലിറ്റി കാണിക്കണം. അതാണ് പറയാനുള്ളത്. ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രണ്ട്ലി ആവുന്നതിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. അത് ഏറ്റവും കൂടുതൽ ഏത് പൊളിറ്റിക്കൽ പാർട്ടിയാണോ ശ്രദ്ധിക്കേണ്ടത് അവർ ശ്രദ്ധിക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. വളരെ നന്ദി.